ഇന്ന് നമ്മൾ തയ്യാറാക്കണത് ഉള്ളി കൊണ്ട് നല്ല രുചിയുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള 1 കപ്പ് ഉള്ളിയാണ്. ഞാൻ 250 ml കപ്പിലാണ് ഈ ഉള്ളിയൊക്കെ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള 1/4 കപ്പ് ഈന്തപ്പഴവും നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വയ്ക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോഴേക്കും ഈ ഉള്ളിയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 4 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോവാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനിതാ നമ്മളിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളിയും ഈന്തപ്പഴമില്ലേ, ഇത് നല്ലോണം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള വേറൊരു ചെറിയ കൂട്ടുകൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകവും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒട്ടുമിക്ക രോഗങ്ങളെയും തന്നെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ഒരു അയമോദകത്തിനും ജീരകത്തിനും ഉണ്ട്. ചുമ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറാനായിട്ട്, ഹൃദയത്തിൻ്റെ നല്ല ആരോഗ്യത്തിന്, മെച്ചപ്പെട്ട ദഹനത്തിന്, അലർജിയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ജീരകവും അയമോദകവും ഒക്കെ ചെറിയൊരളവിൽ പതിവായിട്ട് കഴിച്ചാൽ നന്നായിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനി പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കയും കൂടെ ചേർക്കാം. ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഈ സമയം തൊലിയൊക്കെ കളഞ്ഞിട്ടും ചേർക്കാം. ഞാൻ പക്ഷേ ഇത് പൊടിച്ചെടുത്ത ശേഷമാണ് ഈ തൊലി എടുത്ത് കളയണത്. ഇതിന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ശർക്കരപ്പൊടിയൊക്കെ ചേർക്കണ സമയത്ത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിന് നമ്മൾ പാനിയാക്കിയിട്ട് അരിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതിങ്ങനെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ കിടക്കണ ഈ ഒരു ഏലക്കയുടെ തൊലിയൊക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയുടെയും ഈന്തപ്പഴത്തിൻ്റെയും ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകുമൊന്നും വേണ്ട. നമ്മളിവിടെ തയ്യാറാക്കണത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഏറ്റവും സിമ്പിളായിട്ട് ഒരുപാട് സമയം ഇളക്കി കഷ്ടപ്പെടാതെ തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഉള്ളിലേഹ്യമാണ് കേട്ടോ. അതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യൊക്കെ ചൂടായി വരണ സമയത്ത് നമ്മളിപ്പം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉള്ളിയുടെ കൂട്ടുകൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഉരുളിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ അയൺ കടായിലോ ഒക്കെ തയ്യാറാക്കണതാണ്. ഇതിന് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകും. ഞാനിതിപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 2 മിനിറ്റായി. മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഈ സമയം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തോളൂ. സാധാരണ ഉള്ളിലേഹ്യമൊക്കെ തയ്യാറാക്കുക, ഒരുപാട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് 1-2 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് അത് വറ്റിച്ചെടുത്തിട്ടൊക്കെയാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ഒരുപാട് സമയം ഇളക്കി വറ്റിച്ചെടുത്തിട്ടൊന്നും അല്ല കേട്ടോ ഈ ഒരു ഉള്ളിലേഹ്യം തയ്യാറാക്കണത്. ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഉള്ളിലേഹ്യം തയ്യാറാക്കുമ്പോൾ ആകെ 10-15 മിനിറ്റ് മാത്രമേ സമയം എടുക്കുള്ളൂ. രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട്, വിളർച്ച മാറ്റാനായിട്ട്, ആസ്മ, അലർജി, തുമ്മൽ, ചുമ, ജലദോഷം ഒക്കെ മാറ്റാനായിട്ടും ഉള്ളിക്ക് പ്രത്യേക കഴിവുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവും ഈന്തപ്പഴത്തിനുണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഈ ഒരു ഉള്ളിലേഹ്യം ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. ഞാനിതിപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 14 മിനിറ്റായി. അപ്പോഴേക്കും ഇത് കുറേയും കൂടെ കട്ടിയായിട്ട് വന്നിട്ടില്ലേ. ഈ ഒരു പാകമായ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ലേഹ്യത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ചില്ല് കുപ്പിയിൽ ഇട്ട് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. കുറേ നാളത്തേക്ക് കേടുവരാതിരിക്കും. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും വിളർച്ച, ചുമ, തുമ്മൽ, ജലദോഷമൊക്കെ പെട്ടെന്ന് മാറാനായിട്ടും ഭക്ഷണശേഷം ഈ ഒരു ലേഹ്യം 1 സ്പൂൺ വെച്ച് പതിവായിട്ട് കഴിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും.
ഈ ഒരു ലേഹ്യം കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. സാധാരണ ഉള്ളി ലേഹ്യമൊക്കെ തയ്യാറാക്കാൻ ഒരുപാട് സമയമെടുത്തിട്ടാണ്. പക്ഷെ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ഉള്ളി ലേഹ്യമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്